ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മഞ്ജു സ്റ്റിച്ചിങ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പഫ് സ്ലീവ് ചെയ്യാനായിട്ട് ഇതേപോലെ തുണി രണ്ടായിട്ട് ഇടുക. വീണ്ടും അതിൻ്റെ സെൻറ്റർ വെച്ചുകൊണ്ട് തുണി നാലായിട്ട് മടക്കിയിടുക. മടക്ക് ഭാഗം വരുന്നിടത്ത് ലെങ്ത് അടയാളപ്പെടുത്തുക. ഇതേപോലെ താഴേന്ന് മുകളിലോട്ട് 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. 2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത് കിന്നരി പോലെ പഫ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അവിടുന്ന് പിന്നെ മുകളിലോട്ടായിട്ട് 5 ഇഞ്ച് മാർക്ക് ചെയ്യുക. അത് കൈ ലെങ്താണ്, അത് ആവശ്യത്തിനനുസരിച്ച് എടുക്കുക. ഇനി നമുക്ക് കൈ ലൂസ് എടുക്കേണ്ടത് 18 ഇഞ്ചാണ്. നമ്മൾ നോർമലി കൈ ലൂസ് എടുക്കുന്നത് 9 ഇഞ്ചാണ്. അതിൻ്റെ ഇരട്ടി വേണം പഫ് സ്ലീവിനായിട്ട് എടുക്കാൻ. 18 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തും ആദ്യമേ ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്യുക, പിന്നീട് നമുക്ക് 5 ഇഞ്ച് മാർക്ക് ചെയ്യാം. ആ മുകളിൽ നിന്ന് 5 ഇഞ്ച് മാർക്ക് ചെയ്ത മുകളിൽ നിന്ന് താഴോട്ട് 3 ഇഞ്ച് കർവിനായിട്ട് കൊടുക്കുക. ഇതേപോലെയാണ് കൈയുടെ ഷേപ്പ് വരച്ച് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ഷേപ്പ് വരയ്ക്കാൻ എളുപ്പത്തിന് ഇതേപോലെ ഒന്ന് 3 ഇഞ്ച് മാർക്ക് ചെയ്യുക. അവിടുന്ന് ഒരു 1/2 ഇഞ്ച് താഴോട്ട് മാർക്ക് ചെയ്യുക. ഇനി ഇതിൻ്റെ സെൻറ്റർ, അതായത് 9 ഇഞ്ച് മാർക്ക് ചെയ്യുക. ആ 9 ഇഞ്ചിൻ്റെ താഴോട്ട് 3 ഇഞ്ച് കർവിനായിട്ട് കൊടുക്കുക. ഇതേപോലെ ആ 1/2 ഇഞ്ച് താഴെ തട്ടി ഈ 3 ഇഞ്ച് ഇതിലോട്ട് നിർത്തി ഈ കർവിലോട്ട് 3 ഇഞ്ചിലോട്ട് വരച്ചെടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ പഫ് സ്ലീവിനായിട്ട് കട്ട് ചെയ്യുന്നത്. പഫ് സ്ലീവിൻ്റെ ഇടയ്ക്ക് പടി കൊടുക്കുന്നതിനായിട്ട് തുണി ഇതേപോലെ തന്നെ രണ്ടായിട്ട് മടക്കി 4ആയിട്ട് മടക്കിയിടുക. എടുക്കേണ്ടതെന്ന് വെച്ചാൽ കൈവണ്ണത്തിൻ്റെ പകുതി പ്ലസ് 1.5 ഇഞ്ചാണ്. കൈവണ്ണം പറഞ്ഞിരിക്കുന്നത് 12 ഇഞ്ചാണ്. അതിൻ്റെ പകുതി 6 ഇഞ്ച്, അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് കൂടെ ചേർത്ത് 7.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇനി വിഡ്ത്ത് പറഞ്ഞിരിക്കുന്നത് 1.5 ഇഞ്ചാണ്. ഇതേപോലെ നമുക്ക് 2 പടി കട്ട് ചെയ്തെടുക്കാം. ഇത് നമുക്ക് പഫ് സ്ലീവ് കിന്നരി പോലെ പഫ് പിടിച്ചിട്ട് അതിൻ്റെ പുറത്തായിട്ട് ഒരു ചെറിയ പടി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ എടുത്തിരിക്കുന്നത്. സ്ലീവ് ബ്ലൗസിലോട്ട് എങ്ങനെ അറ്റാച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് സെൻറ്റർ കട്ട് ചെയ്തെടുക്കാം. അതിൻ്റെ അരിവ് വശം ഇതേപോലെ ചീത്തവശത്തോട്ടൊന്ന് മടക്കി അടിക്കുക. ഞുറു പിടിക്കുന്നതിനായിട്ട് തുണിയുടെ നല്ല വശം എടുത്ത് ഇതേപോലെ ഒരു 5 ഇഞ്ച് തയ്ച്ച് നിർത്തുക. ഇനി ചെറിയ ഞുറു 5 ഇഞ്ചാണ് നമ്മൾ പ്ലെയിനായിട്ട് തയ്ച്ച് നിർത്തിയത്. അതിന് ശേഷം നമ്മൾ ഞുറു പിടിച്ചു കൊടുക്കാം. ഇതേപോലെ ചെറിയ ഞുറു ഇങ്ങനെ പിടിച്ചു കൊടുത്തുകൊണ്ടിരിക്കുക. അവസാനം എത്തുമ്പോൾ നമ്മൾ ആദ്യം ഇട്ടതുപോലെ തന്നെ ഒരു 5 ഇഞ്ച് പ്ലെയിനായിട്ട് ഇട്ട് കൊടുക്കുക. ഇതേപോലെ ഞുറു പിടിച്ച് അടിക്ക് ഞുറു പിടിച്ചുകൊണ്ട് എൻഡിലെത്തുന്ന സമയത്ത് ഒരു 5 ഇഞ്ച് പ്ലെയിനായിട്ട് ഇടുക. ഇത് നമ്മുടെ വണ്ണത്തിൻ്റെ ഷേപ്പ് അടിച്ചു കൊള്ളിക്കാൻ വേണ്ടിയിട്ടാണ് 5 ഇഞ്ച് നിർത്തിയിട്ടേക്കുന്നത്. എന്നിട്ട് ഇതേപോലെ നമ്മുടെ പടി നമ്മൾ എടുത്തിരിക്കുന്നത് വണ്ണത്തിൻ്റെ പകുതി പ്ലസ് 1.5 ഇഞ്ചാണ്. 7.5 ഇഞ്ചാണ് എടുത്തിരുന്നത്. 7.5 ഇഞ്ച് പടി ഇതേപോലെ അതിൻ്റെ പുറത്തോട്ട് വെച്ചുകൊണ്ട് അരിക് മടക്കി അടിച്ചുകൊണ്ട് ഇതിൻ്റെ പുറത്തോട്ട് വെച്ച് തയ്ച്ചു കൊടുക്കുക. പടി പുറത്തോട്ട് വെച്ച് അടിക്കുന്ന സമയത്ത് 2 സൈഡിലും ഇതേപോലെ അരിക് മടക്കി അടിച്ചുകൊണ്ട് വേണം അടിച്ചു കൊടുക്കാൻ. ബ്ലൗസിലോട്ട് സ്ലീവ് അറ്റാച്ച് ചെയ്യാനായിട്ട് ഇതേപോലെ നല്ല വശത്തിൻ്റെ പുറത്തോട്ട് നല്ല വശം ചേർത്ത് വയ്ക്കത്തക്ക രീതിയിൽ ഇതേപോലെ വെച്ച് കൊടുക്കുക. 5 ഇഞ്ച് നമ്മൾ പ്ലെയിനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ 5 ഇഞ്ച് പ്ലെയിൻ ഇട്ടിരിക്കുന്നിടത്ത് പ്ലെയിനായിട്ട് അടിച്ച് വന്നതിന് ശേഷം ഞുറു പിടിച്ച് സെൻറ്ററിൽ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഷോൾഡറിൻ്റെ സെൻറ്റർ വരത്തക്ക രീതിയിൽ ഇതേപോലെ ഞുറു പിടിച്ചുകൊണ്ട് സ്ലീവ് അറ്റാച്ച് ചെയ്യുക.